Hi guys, welcome back to 10 to $10,000 challenge ട്രേഡിംഗ് ചാലഞ്ച് വീഡിയോ. നമ്മൾ ബിറ്റ് കോയിനിൽ ഭയങ്കര അഗ്രസീവ് സെല്ലിങ് കാണുന്നുണ്ട്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഗോൾഡിലെല്ലാം ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ $10 ഇപ്പോൾ ഓൾമോസ്റ്റ് $92 ആയിരിക്കാണ്. സോ പിന്നെ അതിൻ്റെ ശേഷം ഇതുവരെ ട്രേഡൊന്നും എടുത്തിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ലാസ്റ്റ് ട്രേഡ് എടുത്തിട്ടുള്ളത് 11-ാം തീയതി. ഇന്ന് 15-ാം തീയതി മൺഡേ. ഞാൻ ഈ ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇൻഫാക്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാലറിയാം, ഞാൻ എൻ്റെ ഒരു ഏത് ഡയറക്ഷനാണെന്ന് പറഞ്ഞിരുന്നു. ഓൾറെഡി ഇവിടെ അത്രയും ക്ലോസിങ് സ്ട്രോങ് വന്നതുകൊണ്ട് സെല്ലിങ് ഡയറക്ഷനിലോട്ടാണ് എൻ്റെ ബയസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബട്ട് ഇപ്പം ഞാൻ മാർക്കറ്റിൽ ഇരിക്കുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ PC ഓണാക്കി ഇതിൻ്റെ അനാലിസിസ് നോക്കുന്ന ടൈമാണിത്. അപ്പം തന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. സോ ഇപ്പം BTCയിൽ നമുക്ക് ഓൾമോസ്റ്റ് മൂവ്മെൻറ്റ് സെല്ലിങ് സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ് മിസ്സായി. കാരണം ഇവിടെ 1 hour ഡെയിലിയിലും 1 hourലൊക്കെ ഒരു റെസിസ്റ്റൻ്റ് വരുന്ന ഏരിയയിലോട്ടൊക്കെ എത്തി ഏകദേശം. ഇവിടെ ഒരു ഷോർട്ട് റെസിസ്റ്റൻസ് ചാൻസ് ഉണ്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ. ബട്ട് അത് ഏതുവരെ പോയിട്ട് പിന്നെ മുകളിലോട്ട് പോകുന്നുള്ളത് പ്രോപ്പർ കൺഫ്ലുവൻസ് കിട്ടാതെ അവിടുന്ന് ബൈ അടിക്കാനും പറ്റില്ല. നമുക്ക് ക്യാൻഡിൽസ് എങ്ങനെ ക്ലോസിങ് തരുന്നതെന്നുള്ളത് നോക്കണം ആദ്യം. ക്യാൻഡിൽസ് ഇപ്പോൾ 2 ക്യാൻഡിൽ വലിയ അത്യാവശ്യം നല്ല റേഞ്ചിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് 30 minutesൽ. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് സ്ലോ ആണ്. ബട്ട് ഈ സ്ലോയിൽ നമ്മൾ കയറി പെട്ടെന്നോട്ട് കയറി ഇതാക്കാൻ പറ്റില്ല, ബൈയിങ് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പൊസിഷനിലോട്ട് എത്തിയിട്ടില്ല. ഇൻഫാക്റ്റ് സെല്ലിങ്ങിന് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി, ഇപ്പം സെല്ലിങ് കണ്ടിന്യൂസ് തന്നുകൊണ്ടിരിക്കുന്നതിനുണ്ട്. സെല്ലിങ്ങിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നോക്കാം. ഇപ്പം അതായിരിക്കും ബെസ്റ്റ്. കാരണം 4 hourൽ സെല്ലിംഗ് ആണ്, 1 hourൽ സെല്ലിംഗ് ആണ്, 30 minutes സെല്ലിംഗ് ആണ്, 15 minutes സെല്ലിംഗ് ആണ്, 5 minutesഉം സെല്ലിംഗ് ആണ്. ഇതുവരെ EMAയുടെ മുകളിൽ ക്യാൻഡിൽ ക്ലോസിങ് തന്നിട്ടില്ല. സോ നമുക്കൊരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ, ഒരു റീട്രേസ്മെൻറ്റ് കിട്ടുമോ നോക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 15 minutesൽ ഇവിടെയെങ്കിലും ക്ലോസിങ് കിട്ടുമോ നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സെല്ലിങ്ങിൽ ഇനി എടുക്കാൻ പറ്റൂ, ട്രേഡ് എടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു ലൈന് ഡ്രോ ചെയ്യാം. ഇവിടുന്ന് സെല്ലിങ്ങിലോട്ട് അതുവരെ മാർക്കറ്റ് ഒന്ന് റീട്രേസ്മെൻറ്റ് തരുമോ നോക്കണം. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1 hourലെല്ലാം അഥവാ റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് 1 hour റെസ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 hourൻ്റെ ലെവലിലാണെങ്കിൽ കുറച്ചുകൂടെ താഴോട്ടേക്കാണ് EMI എടുക്കുന്നത്. അതായത് കഴിഞ്ഞ ഏകദേശം ഇവിടെ എത്താണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും വീണ്ടും സെല്ലെടുക്കാൻ. ബട്ട് 1 minute
ഓൾറെഡി EMA ക്രോസ് ചെയ്തു, 9 EMA ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു തവണയും കൂടെ ഈ ഒരു റേഞ്ചിലോട്ട് വന്നിട്ട് പിന്നെ ഒന്നുകൂടെ മാർക്കറ്റ് ബൈയിങ് ട്രെൻഡിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവലിൽ ബൈ ചെയ്തവരെ ലിക്വിഡിറ്റി എടുത്തിട്ട് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് ചാൻസ്. കാരണം ഇത്രയും മാർക്കറ്റ് സെല്ലിങ് ട്രെൻഡ് തന്നു, കുറച്ചൊക്കെ സ്ട്രെച്ചായി ഓൾറെഡി, പിന്നെ സ്ലോ ആയി മൂവ്മെൻറ്റ്. 15 മിനിറ്റിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം. ബട്ട് നമുക്ക് ട്രേഡിങ് എടുക്കാനുള്ളൊരു ക്യാൻഡിലോ കോൺഫിഡൻസോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഒബ്സർവ് ചെയ്ത് നോക്കാം എന്താ സ്ഥിതിയെന്ന്. USD എന്തായി നോക്കാം. XAU USD ഗോൾഡ് ഗോൾഡും സെല്ലിങ്ങിലോട്ട് പോയി കുറച്ച്. അതിന് ശേഷം ഇപ്പം ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത്, ബട്ട് ഇവിടുന്ന് റോങ് ക്യാൻഡിലാണ് ക്ലോസിങ് വരുന്നത്. 4 ഹവറിൽ ഡെയിലി ക്യാൻഡിൽ ഭയങ്കര മോശം ഡോജി ക്യാൻഡിൽ പോലാണ് ക്രിയേറ്റ് ആകുന്നത്. ഗോൾഡ് സെറ്റപ്പ് കിട്ടിയിട്ടില്ല. ഇതിൽ ഈ ഡെയിലി ക്യാൻഡിൽ ഇതിൻ്റെ താഴോട്ടേക്ക് വന്ന് വീണ്ടും താഴെ ക്ലോസിങ് തരാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ഡൗൺ ക്യാൻഡിൽ കൂടെ പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ വരെയൊക്കെ പ്രതീക്ഷിക്കാം ഡെയിലി ടൈം ഫ്രെയിമിൽ. 4 ഹവറിൽ ഓൾറെഡി ഒരു റെഡ് ക്ലോസ് ചെയ്ത് രണ്ടാമത്തെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 മിനിറ്റിലെല്ലാം ബൈങ് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ലോ ബൈങ്ങിൽ കുറച്ച് വീക്ക് ക്യാൻഡിൽസ് പോലാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെൻഡ് ഇപ്പോഴും എൻ്റെ ഒരു ഡയറക്ഷൻ സെല്ലിങ്ങിലോട്ടേക്ക് തന്നെയാണ്. ഈ ഒരു ഇവിടുത്തെ പ്രോപ്പറായിട്ട് ഇത് കിട്ടിയിട്ടില്ല. ബട്ട് സെല്ലിങ് ചെയ്യണമെങ്കിലും ബൈയിങ് ചെയ്യണമെങ്കിലും പ്രോപ്പർ ഒരു സെറ്റപ്പ് കിട്ടിയിട്ടില്ല നമുക്ക്. ഇൻഫാക്റ്റ് ഇവിടുന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈയിങ് ശരിക്കും ഈ ഒരു സോണൊന്നും കണ്ടോ, കറക്റ്റ് ഈ സോൺ മെറ്റിഗേറ്റ് ചെയ്ത് മുകളിലോട്ട് പോവാണ്. ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പ്രോപ്പർ എൻട്രി ആയിരിക്കും. പക്ഷെ അത് നമുക്ക് മിസ്സായി. മാർക്കറ്റിൽ വരുമ്പോഴേക്കും പോയി ആ ട്രേഡ്, ആ ഒരു ക്യാൻഡിൽ നമുക്ക് മിസ്സായി. ഓക്കെ, ബിറ്റ് കോയിൻ റിവേഴ്സിൽ ഒരു റീട്രേസ്മെൻറ്റ് വരുന്നുണ്ട്. ഏതുവരെ പോകുന്നുള്ളത് നോക്കാം. ബിറ്റ് കോയിനിൽ ശരിക്കും ട്രേഡ് ഇപ്പം കറക്റ്റ് സ്പോട്ടാണ് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ. പക്ഷെ നമുക്ക് ടാർഗറ്റ് വളരെ ചെറിയ ടാർഗറ്റ് കിട്ടുള്ളൂ. ഇവിടുന്ന് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും. ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ.
അതായത് സെറ്റപ്പ് അനുസരിച്ചിട്ട് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഞാൻ ഇറങ്ങിപ്പോയേക്കാം. പക്ഷേ നമ്മൾ കാണുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, പ്രൈസ് ആക്ഷൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് ഇവിടുന്ന് സപ്പോർട്ട് വരേണ്ടതാണ്. എനിക്ക് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് പറയുന്നത് ഗോൾഡ് ഇതൊന്നുകൂടെ ടെസ്റ്റ് ചെയ്യുന്നതാണ്, ഈ ഒരു ഗ്രീൻ ലൈൻ. മിക്കവാറും ഈ ഒരു ഗ്രീൻ ലൈനിലോട്ട് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് വരേണ്ടതാണ്. കാരണം നമ്മളിവിടെ ട്രേഡിംഗ് വ്യൂവിൽ ഒരു ലൈൻ, ഒരു ലെവൽ, ഒരു പാറ്റേൺ, മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ ഇവിടെ വരച്ചിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് മൂവ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു ലെവലുണ്ടല്ലോ, ആ ലെവലിൻ്റെ അടുത്ത് ഏകദേശം കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നിട്ട് അവിടുന്ന് വീണ്ടും റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് പോകും. പക്ഷേ ഏത് ലെവൽ വരെ പോകുന്നത് പതുക്കെ ഇവിടുന്ന് സൈഡ് വേസ് ആയിട്ട് പതുക്കെ കയറി വരാണെങ്കിൽ ചിലപ്പോൾ 4400 ആ റേഞ്ചിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. നോക്കണം. ഇൻഫാക്ട് 5 മിനിറ്റ് എല്ലാം സ്ലോലി ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു, EMIയുടെ മുകളിൽ ക്ലോസ് ചെയ്തു. നമുക്ക് പ്രോപ്പർ ലെവൽ കിട്ടിയിട്ടില്ല ഇതുവരെ. ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റാണെങ്കിൽ ഭയങ്കര സ്ലോ മൂവിങ് ആയും ചെയ്തു. ഗൈസ്, ഞാൻ വീഡിയോ കുറച്ച് നേരം പൗസ് ചെയ്തേക്കാം. ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാം. കാരണം അത്രയും നിങ്ങളുടെ സമയം കൂടി പോവും. ഞാൻ ജസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. നേരത്തെ വീഡിയോ പൗസ് ചെയ്തതാണ്. ഇപ്പോഴും ബാലൻസ് നിങ്ങൾക്കറിയാം, ഞാൻ വേറെ ട്രേഡൊന്നും ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല. വെയിറ്റ് ചെയ്യാണ് ഞാൻ. ബട്ട് മാർക്കറ്റ് കുറച്ച് സ്ലോ ആണ്. വിചാരിച്ച അത്ര ഒരു മൂവ്മെൻ്റ് ഇല്ല. എൻ്റെ ബയസ് സെല്ലിങ് സൈഡിലോട്ട് തന്നെയാണ്. ബട്ട് ഞാനൊരു ലെവല് വെച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതുവരെ വരാണെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷിച്ചത്ര ടാർഗറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇടയിൽ നിന്ന് എവിടെയെങ്കിലും ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ ആ ഒരു ലെവൽ എത്തുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഗോൾഡ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗോൾഡ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കാനാണ്. മിക്കവാറും ഈ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് അതെപ്പം
എത്ര സമയം കൊണ്ട് അവിടെ എത്തുന്നൊന്നും ഐഡിയ ഇല്ല. ഇൻഫാക്റ്റ് ഇവിടുന്ന് ക്യാൻഡിലിൻ്റെ റിയാക്ഷൻ ശരിക്ക് സെല്ലിങ് തന്നെ ക്ലോസിങ് തരാണെന്നുണ്ടെങ്കിൽ ഒരു സെൽ സൈഡിലോട്ട് റിസ്ക് നോക്കാവുന്നതാണ്. ബട്ട് ലോങ്ങർ ടൈം ഫ്രെയിമിൽ 4 അവർ നോക്കിയാൽ ഭയങ്കര റിജക്ഷനാണ്, ഇവിടുന്ന് ഒടുക്കത്തെ റിജക്ഷനാണ്. സോ ബൈയിങ് തന്നെ പോവാൻ ചാൻസ് ആണ്. പക്ഷേ ആദ്യം ഒരു സെൽ ഏകദേശം ഇതുവരെ വന്നിട്ട് പിന്നെ ചിലപ്പോൾ പോയിക്കൂടായുമില്ല മുകളിലോട്ട് തന്നെ. അധികം റിജക്ഷനാണ് വരുന്നത്. ബി ടി സിയും പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ കയറി കൊടുക്കാൻ പറ്റില്ല, ട്രാപ്പാവും. സോ പ്രോപ്പർ വെയിറ്റ് ചെയ്യാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഗൈസ്, ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഗൈസ് ഇവിടെ 30 മിനിറ്റ്സിൽ ഈ ഒരു ക്യാൻഡിൽ ഫോമിങ് 9 EMA റിജക്ഷനാണ് കാണിക്കുന്നത്. അഥവാ സെൽ കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യണം. ലെറ്റ്സ് സീ. അവിടുന്ന് സെല്ലിങ് കണ്ടിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മളെ 920 EMAയുടെ മുകളിൽ ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഒരു ബൈയിങ്ങിലോട്ട് ഈ ഒരു ടാർഗറ്റ് വരെ വെച്ചിട്ട് ബൈയിങ്ങിലോട്ട് നോക്കാവുന്നതാണ്. സോ ഐ എം ഗോയിങ് ടു ട്രൈ ഫോർ എ റിവേഴ്സൽ ട്രേഡ്. ഗോൾഡ് എന്താ സ്ഥിതി? ഗോൾഡും തിരിച്ചിറങ്ങാം. കുറച്ചുകൂടെ ഒരു ഈ ലെവലിലോട്ട് വരവ് നോക്കാം. ഒരു വെയിറ്റ് ചെയ്യാം. ഈ ലെവലിലോട്ട് വരാണെങ്കിൽ നമുക്ക് ബൈയിങ് നോക്കാം, ഈ ലെവലിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ. ഞാൻ ബൈയിങ് സൈഡിലോട്ട് എൻ്റെ ബയസ് ചെയ്യാൻ കാരണം പ്രീവിയസ് ഇത്രയും റെഡ് ക്യാൻഡലിൻ്റെ ശേഷം ഒരു സ്ട്രോങ്
എൻഗൾഫിംഗ് ക്യാൻഡിൽ പ്രിപ്പയർ ചെയ്തു ഓൾറെഡി മാർക്കറ്റിൽ 30 മിനിറ്റ്സിൽ. സോ 15 മിനിറ്റ്സിൽ അതിൻ്റെ ഒരു റീട്രേസ്മെൻറ്റിന് വെയിറ്റ് ചെയ്യാണ്. 15 and 5 മിനിറ്റ് റീട്രേസ്മെൻറ്റിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ ബെറ്റർ വെയിറ്റ് ചെയ്യുമ്പം കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് നമുക്ക് എൻട്രി കിട്ടുക, കുറച്ചുകൂടെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ നമുക്ക് എൻട്രി കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് കിട്ടും. അതിനുകൊണ്ടാണ് 3 മിനിറ്റിലേക്ക് പോയത്. 3 മിനിറ്റോ 1 മിനിറ്റോ ആക്കാം, പക്ഷേ 1 മിനിറ്റിൽ നമുക്ക് കുറച്ചുകൂടെ മെൻ്റലി നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ക്യാൻഡിൽസിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും 1 മിനിറ്റിൽ. സോ ഇവിടുന്ന് ഒരു ബൈയിങ്ങും വീണ്ടും താഴോട്ടേക്ക് വരാണെങ്കിൽ ഏകദേശം നമുക്ക് റിസ്ക് എത്ര വരും നോക്കിയിട്ട് ഇവിടുന്നും കൂടെ ഒരു ബൈയിങ് അടിക്കാം. ഇവിടുന്ന് ഒരു ബൈയിങ്, അഥവാ ഇതിൻ്റെ ലിക്വിഡിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ്. ക്യാൻഡിൽ ക്ലോസിങ് നോക്കാം, ക്യാൻഡിലെ റിയാക്ഷൻ എങ്ങനെയാണ് ഇവിടുന്ന് എന്നുള്ളത് നോക്കിയിട്ട്. ഗൈസ്, നമുക്ക് മാർക്കറ്റിൽ നിന്നൊരു ട്രേഡ് തരുമോ എന്നുള്ളത് സംശയമാണ്. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ട് we'll see the reaction in 1 minute. ഈ 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽസ് റിയാക്ട് ചെയ്യുന്നത് കാണുമ്പം പെട്ടെന്ന് നമുക്ക് ട്രേഡ് എടുക്കാൻ തോന്നും. ആ ഒരു ഇൻറ്റ്യൂഷൻ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അധികവും 1 മിനിറ്റ് യൂസ് ചെയ്യാത്തത്. മാർക്കറ്റ് ക്ഷമയുടെ നെല്ലിപ്പടി കാണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞാൻ നേരത്തൊക്കെ വീഡിയോ പൗസ് ചെയ്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇത്രയും സമയം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഇത് ഭയങ്കര ബോറിങ് ആണല്ലോ ഞാൻ ട്രേഡ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ വിചാരിക്കും. ബട്ട് ട്രേഡിങ് നിങ്ങൾ വിചാരിക്കും പോലെ ഈ അത്ര എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ടൈപ്പ് ഓഫ് സംഭവമല്ല. ട്രേഡിങ് ബോറിംഗ് ആണ്. ബോറിംഗ് ട്രേഡിങ്ങിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട്, അതായത് കറക്റ്റായിട്ട്
നിങ്ങൾക്ക് ആ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഡോപ്പമിന് വേണ്ടിയിട്ട് നമ്മൾ ചുമ്മാ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് വൈപ്പ് ഔട്ട് ആവാന്നല്ലാതെ വേറെ അതിനോട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. സോ വെയിറ്റ് ഫോർ ദ പ്രോപ്പർ സെറ്റപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഈവൻ ദോ നമ്മൾ ലോസ് മാർക്കറ്റ് എടുത്താലും നമ്മളെ റൂൾസ് ഫോളോ ചെയ്തെന്നുള്ള ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മൾ. അറ്റ്ലീസ്റ്റ് റിഗ്രറ്റ് ചെയ്യില്ല, ഞാൻ ചുമ്മാ കയറി ട്രേഡ് എടുത്തിട്ടാണല്ലോ പോയത് എന്നുള്ള ആ ഒരു റിഗ്രറ്റ് ഫീലിംഗ് വരില്ല. വൺ മിനിറ്റിലുള്ള ക്യാൻഡിൽ ക്രിയേഷൻ കാണുമ്പോഴേ ഇപ്പം കൊണ്ടുപോയി കയറിയാലോ എന്ന് വിചാരിക്കും ബൈങ്ങിൽ. ഓൾമോസ്റ്റ് നമ്മളെ ലെവലിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ലെവൽ ഇതിപ്പോൾ ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടുന്ന് ഇൻ കേസ് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $10 ഞാൻ ലോസ് ബുക്ക് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് അവിടുന്ന് ട്രേഡ് എടുക്കാത്തത്. നമ്മൾ പ്രോപ്പർ സെറ്റപ്പ് ആയിട്ടില്ല. ആ റിസ്ക് റിവാർഡ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്ത സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ കൊണ്ടുപോയി ട്രേഡ് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ ഈ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവുന്ന സംഭവങ്ങളെല്ലാം. മാർക്കറ്റിൽ എപ്പോഴും അവസരങ്ങൾ ഉണ്ടാവും. സോ ഈവൻ ദോ ഇപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ഇത് അവസരം തരാതെ ഇത് പോയി എന്ന് കരുതാം, അത് പോട്ടെ നോക്കണം. മാർക്കറ്റ് ഇനിയും അവസരം തരും. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങളെ ഈ പൈസ, ഈ കാണുന്ന പൈസ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ, ട്രേഡിങ്ങിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ, അത് നിങ്ങൾക്ക് വെറുതെ കിട്ടുന്നതല്ലല്ലോ. പൈസ എപ്പോഴും നമ്മൾ എത്ര ആണെങ്കിലും അത് റെസ്പെക്റ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ, അതായത് കാഷ്വലായിട്ട് നമ്മൾ ട്രേഡ്സ് എടുക്കാതിരിക്കുക. സ്പെഷ്യലി ആഫ്റ്റർ പ്രോഫിറ്റ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ട്രേഡിലെല്ലാം പ്രോഫിറ്റാണ്, അപ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ പ്രോഫിറ്റിൻ്റെ ഇത് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ റോങ് ആയിട്ട് ട്രേഡ് എടുക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതിനിപ്പം മുകളിലോട്ട് പോയിട്ട് ഇത് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ക്രോസ് ചെയ്തിട്ടൊരു ക്യാൻഡിൽ ഈ ലെവലിൻ്റെ മുകളിലോട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് ഈ ട്രേഡ് മിസ്സാവും. ഇത് പിന്നെ നേരെ മുകളിലോട്ട് പോയി ഇവിടെ വരും. ബട്ട് നമ്മളെ ബയസ് ഇപ്പോഴും സെല്ലിങ് സൈഡിലോട്ടാണ് ഹാഫ് ആൻ അവർ ക്യാൻഡിലെല്ലാം. സോ അപ്പോഴും നമുക്ക് ട്രേഡ് കിട്ടും, ഓപ്പർച്യൂണിറ്റി കിട്ടും. ബട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇന്ന് ട്രേഡ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ നാളത്തെ ഡേയിലേക്ക് മാറ്റി വെക്കേണ്ടി വരും. എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൽ ജസ്റ്റ് വന്നിട്ട് ഒരു എന്താ പറയുക, ഡെയിലി കൂലി എന്നുള്ള രീതിയിൽ നമ്മൾ വന്നിട്ട് ഇന്നത്തെ പൈസ ഒന്നും കിട്ടിയില്ല, ഇന്ന് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ, ഡെയിലി നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിലെങ്കിലല്ലേ നമുക്ക് വരുമാനം ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ നിന്ന്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഭയങ്കര തെറ്റിദ്ധാരണ. അങ്ങനെ വിചാരിച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കുക. കാരണം മാർക്കറ്റ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടൊരു ഇൻകം തരുന്ന ഒരു സംഭവമല്ല. മാർക്കറ്റിൽ ചില ദിവസം ലോസ് ആയിരിക്കും, ചില ദിവസം ട്രേഡ് കിട്ടില്ല, ചില ദിവസം പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ മാക്സിമം നമ്മളെ റിസ്കിൻ്റെ ഒരു 2 ഇരട്ടിയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന റിസ്കിൻ്റെ 2 ഇരട്ടിയെങ്കിലും ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. അതായത് 1:2
റിസ്ക് റിവാർഡ് റേഷ്യോ. അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോണ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിൽ നിങ്ങൾ ഇങ്ങനെ പൈസ വെറുതെ ഇട്ട് ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഗോൾഡ് എന്താ സ്ഥിതി നോക്കാം. ഗോൾഡ് ഭയങ്കര സ്ലോ ആയി മൂവ്മെൻറ്റ്സ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാലറിയാം. ഗോൾഡ് സൈഡ് വേസ് ആയി. 1 മിനിറ്റ് നോക്കി. മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വളരെ കുറഞ്ഞു. ഗോൾഡിൽ വേണമെങ്കിൽ നമുക്കൊരു റിസ്ക് എടുക്കാം. ഇവിടുന്ന് ബൈങ്ങിലോട്ട് ഈ ലെവലിലോട്ട് കിട്ടുകയാണെങ്കിൽ ബൈങ്ങിലോട്ട് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഒരൊറ്റ ടിക്കും കൂടെ തരാണെങ്കിൽ നമ്മളിതിൽ കയറിയിട്ടുണ്ടാവും. ബട്ട് അത് തന്നില്ല മാർക്കറ്റ്. നമ്മൾ 3 മിനിറ്റിലൊരു റേഞ്ച് എടുത്തു. അതിൻ്റെ ബേസിസിലാണ് ഈ ട്രേഡ് എടുക്കുന്നത്. സപ്ലൈ ഡിമാൻഡ് ബേസിസ്. ഗൈസ്, ഒരു ട്രേഡ് എടുക്കുമ്പോൾ എന്തെല്ലാം നോക്കണം എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഞാനിങ്ങനെ ട്രേഡിൻ്റെ അത് അനാലിസിസ് ചെയ്യുമ്പോഴും എൻ്റെ ട്രേഡ് ഇനീഷ്യേറ്റ് ഞാൻ എങ്ങനെ ചെയ്യുന്നത് നോക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വെറുതെ കൊണ്ടുപോയിട്ട് കയറി കൊടുക്കല്ല. കറക്റ്റ് നോക്കുക, ലെവൽസും അനാലിസിസ് എല്ലാം. നമ്മൾ മാക്സിമം ടൈം എടുക്കുക. അങ്ങനെ ധൃതിപ്പെട്ട്, കാരണം മാർക്കറ്റിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് വരും. നമ്മളെ ടൈം എടുക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ പോട്ടെന്ന് വെക്കണം. ഈ കുറേ ചെറിയ ചെറിയ ബാഡ് ട്രേഡിനെക്കാട്ടി എത്രയോ ബെറ്റർ നല്ല ഒരു ട്രേഡാണ്. ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു സോണിലേക്ക് എങ്ങനെയെങ്കിലും വന്ന് കിട്ടണം.
കുറച്ചുകൂടെ വീഡിയോ പൗസ് ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തിയറാവും. ഞാൻ ഈ ലെവലിലോട്ട് വരുമ്പം ട്രേഡ് എടുക്കും, അല്ലെങ്കിൽ മിസ്സാവാണെങ്കിലും ഞാൻ വീഡിയോ റെക്കോർഡാക്കിയിട്ട് ഞാൻ അത് കാണിച്ചു തരും. ലെറ്റ്സ് സീ ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഒരു ട്രെൻഡ് ലൈന് പോലെ വരികയാണ്. ഇത് കാണിച്ചു തരാം. ചെറിയൊരു ട്രെൻഡ് ലൈൻ പോലെ. മാർക്കറ്റിൽ നോർമലി മൂവ്മെൻറ്റ് ഈ ഒരു സെല്ലിങ്, ഈ ഒരു ബൈയിങ്, ഇത്രയും സെല്ലിങ്ങിന് ശേഷം ഈ ബൈയിങ് വന്നു, ഇവിടെ അത്രയും വലിയ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതിൻ്റെ ശേഷം തന്നെ 2 റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. എന്നിട്ട് പിന്നെ സ്ലോ ആയി മാർക്കറ്റ്. അപ്പം നോർമലി ഇവിടുന്ന് ഒന്നുകിൽ ഒരുപാട് സെല്ലേഴ്സിനെ, ഈ ട്രെൻഡ് ലൈനിൽ നിന്നൊക്കെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യും. ഇവിടെ നിന്നൊക്കെ സെല്ല് ചെയ്യാൻ തുടങ്ങും ആൾ. ഇപ്പം സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ പ്രീവിയസ് ഈ ഒരു റിജക്ഷനുള്ള ഏരിയ അല്ലേ, ഇവിടെ കുറേ ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസും ഉണ്ടാവും ഇവിടെ. പിന്നെ നമ്മൾ റേഞ്ച് വരുന്നത് ഇവിടാണ്. ലോങ് ടൈമിൽ എനിക്ക് തോന്നുന്നു 4 ഹവറിലോ 1 ഹവറിലോ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. 4 ഹവർ, ഇൻഫാക്ട് 4 ഹവറിൻ്റെ ചാർട്ട് 26 മിനിറ്റ് കൂടെ ഉള്ളൂ ക്ലോസ് ചെയ്യാൻ ക്യാൻഡിൽ. ഇവിടെ കറക്റ്റ് 4 ഹവറിൽ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, പ്രീവിയസ് സപ്പോർട്ടുണ്ട്. സോ ആ ഒരു സപ്പോർട്ട് ആ ഒരു സപ്പോർട്ടിൻ്റെ ഏകദേശം ലെവലിലോട്ട് വരേണ്ടതായിരുന്നു മാർക്കറ്റ്. എന്നിട്ടേ റിവേഴ്സിൽ പോകേണ്ട ആവശ്യമുള്ളായിരുന്നു. ബട്ട് അതിൻ്റെ മുമ്പേ റിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ടാണ് ബൈയിങ്ങിലേക്ക് ചാടിക്കയറി എടുക്കാതിരുന്നത്. സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. നമുക്കൊരു എൻട്രി കിട്ടുമോ നോക്കണം. ഏകദേശം എൻട്രി കിട്ടാൻ നേരം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇത് ഞാൻ ഇടയ്ക്ക് ഇതേപോലെ പൗസ് ചെയ്യാൻ കാരണം വീഡിയോ ഒരുപാട് ലെങ്തിയർ ആവണ്ടെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എന്തെങ്കിലും ട്രേഡ് എടുക്കുകയാണോ അത് കാണിക്കാതിരിക്കാനാണെന്നൊന്നും. ഞാനിതാ നിങ്ങൾ ഫസ്റ്റ് മുതൽ വീഡിയോ കാണുന്നുണ്ട്, ഇന്നലത്തെയും മെനയാന്നത്തെ അതിൻ്റെ മുമ്പത്തൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. എൻ്റെ പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്യുന്നതും ലോസ് ബുക്ക് ചെയ്യുന്നത് അതിൻ്റെ ശേഷമുള്ള ബാലൻസും അതിൻ്റെ പിറ്റേന്ന് ഞാൻ ട്രേഡിങ് തുടങ്ങുമ്പോഴുള്ള ബാലൻസും നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. പ്രീവിയസ് ക്ലോസിങ്ങിലുള്ള ബാലൻസ് ആയിരിക്കും അതിൻ്റെ ശേഷമുള്ള വീഡിയോൻ്റെ ഓപ്പണിങ്. സോ അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഇൻഫാക്റ്റ് എനിക്ക് ഇത്രയും സെല്ലിങ് കണ്ടിന്യൂ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഈ ട്രെൻഡ് ലൈനിൽ നിന്നൊരു സെല്ല് കൊടുത്തിട്ട് ഇവിടുന്ന് ശരിക്കും വളരെ ചെറിയ റിസ്ക്കേ വരുള്ളൂ. ഇവിടുന്ന് ഇതുവരെ റൈഡ് ചെയ്താലോ എന്നുണ്ട്. സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ SL TP ഇൻഫാക്റ്റ് ചെയ്യാം ഗൈസ്. ഞാൻ റിസ്ക് എടുക്കുകയാണ്. ചെറിയൊരു റിസ്ക് എൻ്റെ ലെവലിൽ കിട്ടിയത് കൊണ്ട് മാത്രം എടുത്തതാണ്. സോ we will see.
ഗൈസ് നിങ്ങളെന്താ വിചാരിക്കുന്നത്? നമുക്ക് ഈ ട്രേഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുമോ അതോ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമോ? വാട്ട് ഡു യു ഗൈസ് തിങ്ക്? നമ്മൾ മാക്സിമം പെർഫെക്റ്റ് ലെവലിൽ നിന്നാണ് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈവൻ ഇതിനി സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് കൂടെ നോക്കാം കിട്ടുമെന്ന്. അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ഇവിടുത്തെ ക്ലോസ് ചെയ്യും. ഇത് ഹിറ്റ് ചെയ്ത് വേറെ ട്രേഡ് കിട്ടുന്നില്ലെങ്കിൽ. ബട്ട് പ്രോഫിറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടോട്ട് വരാണെങ്കിൽ ഞാൻ വീണ്ടും ബൈയിങ് സൈഡിലോട്ട് പോകും. കാരണം ഇത് നമ്മളെ ബൈയിങ്ങിൻ്റെ ഒരു ലെവലാണ്. സോ ഇവിടോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം ബൈയിങ്ങിലോട്ട് ട്രേഡ് എടുക്കും. ഇവിടുത്തെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ക്യാൻഡിൽ റിയാക്ഷൻ ഒബ്സർവ് ചെയ്തതിൻ്റെ ശേഷം ബൈയിങ്ങിലോട്ട് പോകും. അഥവാ സ്ട്രോങ് റെഡ് ക്യാൻഡിലൊക്കെയാണ് വന്ന് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യും ഈ ലെവലിലോട്ട് വരാൻ, എന്നിട്ട് ബൈയിങ്ങിലോട്ട് പോവുള്ളൂ. മൂവ്മെൻറ്റ് വളരെ സ്ലോ ആണ് ഗൈസ്. ട്രേഡ് എടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ പൗസ് ചെയ്യാത്തത്. നമുക്ക് ഇപ്പോഴുള്ള ട്രേഡിൽ റിസ്ക് 3.5ഉം റിവാർഡ് 8.5 കൂട്ടിക്കോ. അതായത് 1:2 ലെവലിൽ റിസ്ക് റിവാർഡ് ഉണ്ട്. ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1:2.46 റിസ്ക് റിവാർഡാണ്. രണ്ടിലും കൂടുതലുണ്ട്. 1:2 വരുന്നത് ഏകദേശം ഇവിടാണ്. അപ്പോൾ ഇവിടുന്ന് ക്യാൻഡിൽ റിയാക്ഷൻ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യും എങ്ങനെ മൂവ് ചെയ്യണമെന്നുള്ളത്.
ഇത് മിക്കവാറും സമയം കൊല്ലുകയാണ്. മാർക്കറ്റ് ഒരൊറ്റ ലെവലിൽ നിൽക്കുകയാണ്, ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. വളരെ സ്ലോ മൂവ്മെൻറ്റ്. ഗോൾഡ് ജസ്റ്റ് ഒന്ന് നോക്കി വരാം ഗൈസ്. ഗോൾഡും സ്ലോ ആണ്, മൂവ്മെൻറ്റ് സ്ലോ ആയി ഓൾറെഡി. മാർക്കറ്റിൻ്റെ കുഴപ്പമില്ല ഗൈസ്, നമ്മൾ ട്രേഡിൽ കയറിയ സമയത്തിൻ്റെ കുഴപ്പമാണ്. എനിക്ക് ഒന്നാമത്തെ വേറൊരു ഡേ ടൈമിലോ ഒന്നും സമയം കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല ഗൈസ്, നിങ്ങൾ മുമ്പത്തെ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് 99 സംതിങ് എത്തിയിരുന്നു, 100ൻ്റെ അടുത്ത് എത്തിയിരുന്നു. ബട്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ആ ട്രേഡ്. അപ്പം ബ്രേക്ക് ഈവനിൽ വന്നു, ക്ലോസ് ചെയ്തു. കാരണം നമ്മളെ ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ദിസ് ടൈം ടാർഗറ്റ് മീറ്റ് ചെയ്ത് നോക്കാം. ഇത് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ 100 ആവും, 100ന് മുകളിലാവും. ഇത് ഹിറ്റ് ചെയ്യാതെ പകുതി വെച്ചിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു $88 ബാക്കിയാവും. 89 പോയിൻറ്റ് സംതിങ്. കമോൺ ബിറ്റ് കോയിൻ, ചെറിയൊരു മൂവ്മെൻ്റ് എങ്കിലും കാണിക്കൂ. നമ്മളെ കൊണ്ട് പെട്ടെന്നൊന്നും $10 $10,000 ആക്കിപ്പിക്കാൻ സമ്മതിക്കാൻ തോന്നുന്നില്ല. മാർക്കറ്റ് അത്രയും പരീക്ഷിച്ച് നമ്മളെ എന്താ പറയുക, അടിവേര് വരെ കാണുന്നവരുടെ ക്ഷമൻ്റെ നെല്ലിപ്പടി അത് കാണിപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് തരുള്ളൂ. പേഷ്യൻസി ടെസ്റ്റ് എക്സ്ട്രീംലി ടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ പ്രോഫിറ്റ് സാധാരണ കിട്ടാറുള്ളൂ.
എനിക്ക് സത്യം പറഞ്ഞാൽ ഈ $10 നമ്മൾ $100 ആക്കാൻ പറ്റുകയെന്ന് അറിയില്ലേ. അപ്പം നിങ്ങളൊരു അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എടുത്ത് നോക്കിയാൽ മതി. അതായത് $10 നമ്മൾ 100% എന്ന് പറയുന്നത് $20 $10 100% $20. അപ്പോൾ നമ്മൾ എത്ര പെർസെൻറ്റേജാണ് പ്രോഫിറ്റ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. തോന്നുന്നത് നമ്മളെ 8th ട്രേഡിങ് സെഷനാണ്. അതിൽ ഒരെണ്ണം നമുക്ക് ട്രേഡ് കിട്ടിയിട്ടില്ല, നമ്മൾ എടുത്തിട്ടില്ല. സോ അഥവാ $10 $100 ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് $100 $1000 ആക്കിക്കൂടാ? അങ്ങനെ $100 $1000 വരെ എത്തിക്കാൻ പറ്റിയാൽ എന്തുകൊണ്ട് $1000 $10,000 ആക്കിക്കൂടാ? സോ ലെറ്റ്സ് സി പ്രോപ്പറായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഇൻഫാക്റ്റ് ഈ ട്രെൻഡ് ലൈനിലോട്ട് വീണ്ടും വന്നു മാർക്കറ്റ്. എൻ്റെ ബയസ് സെല്ലിങ് ആയതുകൊണ്ട് ഞാൻ ഒരു റിസ്ക് കൂടെ എടുക്കണം ഗൈസ് ഇവിടുന്ന്. ഇതിൻ്റെ റിസ്ക് കുറച്ച് കൂടുതലാണ്. ബട്ട് വി വിൽ സി. ഈ ഒരു ഏരിയ ഒന്നും നമ്മൾ ബയസിലാണ് ഇരിക്കുന്നത്, ഇത് ഓർക്കുക എപ്പോഴും. അപ്പം ഈ ഏരിയ എന്നുള്ള റിയാക്ഷൻ അനുസരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഇത് പെട്ടെന്ന് റിവേഴ്സൽ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ മാനുവലി ക്ലോസ് ചെയ്യും ഈ ട്രേഡ്. ഞാൻ അങ്ങനെ ഇരിക്കില്ല ട്രേഡ് നോക്കിയിട്ട്. അഥവാ വലിയ ക്യാൻഡിൽസ്, അതായത് സ്ട്രോങ് ബൈയിങ് ക്യാൻഡിൽസ് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഇത് ക്ലോസ് ചെയ്യാം. ഈ ട്രേഡ് എടുത്തിട്ടില്ല എന്ന് വിചാരിക്കേണ്ടി വരും ആ സമയത്ത്. അതല്ല ഇവിടുന്ന് റിവേഴ്സൽ വരാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കും മാർക്കറ്റ്. 4 ഇതും നേരത്തെ 3 സംതിങ്, ഏകദേശം $10 അടുത്ത് നമുക്ക് റിസ്ക് ഉണ്ട്. റിവാർഡ് ഇവിടെ ഏകദേശം $16 അടുത്ത് റിവാർഡും ഉണ്ട്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യാണ്. അഥവാ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ട്രേഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നതിനോട് കാര്യം ഉണ്ടാവില്ല. ബട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യാതെ താഴെ തന്നെ വീണ്ടും ക്ലോസിങ് തരാണെങ്കിൽ പ്രതീക്ഷ ഉണ്ടാവും.
ഇൻഡിസിഷൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതിരിക്കണേ, അതാണിപ്പം ആലോചിക്കുന്നത്. മുകളിലാണ് ക്ലോസ് ചെയ്യുന്നത്, ട്രെൻഡ് ലൈനിൻ്റെ മുകളിലോട്ടാണ് ക്ലോസിങ് വരുന്നത്. നോ ഹോപ്പ്. ഏകദേശം ഇതിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ വലിയ പ്രതീക്ഷയില്ല, മിക്കവാറും സ്റ്റോപ്പ് ലോസ് പോകേണ്ടതാണ്. ഇത് കണ്ടിന്യൂസ് സെല്ലിങ് വരാണെന്നുണ്ടെങ്കിൽ, അതല്ല കണ്ടിന്യൂസ് ബൈങ് വരാണെങ്കിൽ, അതല്ല ഇവിടുന്ന് ഇനി ഒരു സെൽ ക്യാൻഡിൽ ഇതിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട് ഒരു സെൽ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, പിന്നെ ഇതിനും വലിയ ലിക്വിഡിറ്റി വേറെ ഒന്നുമില്ല. കാരണം എല്ലാവരും ഈ ഒരു ക്യാൻഡിൽ കണ്ടിട്ട് ഇപ്പോൾ ബൈ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ ബയേഴ്സിനെ മൊത്തം ലിക്വിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്ട്രോങ് സെല്ലിങ് ക്യാൻഡിൽ വീണ്ടും ഒരെണ്ണത്തിന് ചാൻസ് ഉണ്ട്. ഈ ഒറ്റ ക്യാൻഡിൽ നിർണ്ണയിക്കും എന്താവും എന്നുള്ളത്. സ്ട്രോങ് സെല്ലിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും സൈഡ് വേസ് പോലെ പോകും. അതല്ലെങ്കിൽ പിന്നെ ബൈയിങ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യണം, അത്യാവശ്യം സ്ട്രോങ് ബൈയിങ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യണം, ഇതുപോലത്തെ സ്ട്രോങ്. ഇത് റിജക്ഷൻ ഇല്ലാതെ ക്ലോസ് ചെയ്യണം. റിജക്ഷൻ ഇല്ലാതെ താഴെ ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് ഈ വീക്കിൻ്റെ അടുത്തെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ ക്ലോസ് ചെയ്യണം. അത് ചെയ്യാത്ത പക്ഷം നോ ഹോപ്പ് ഗൈസ്. ഈ ക്യാൻഡിലും ട്രെൻഡ് ലൈനിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ ട്രേഡിൻ്റെ ഫുൾ കോൺഫിഡൻസ് പോകും. ഏകദേശം $84 ആവും. ഡ്രോ ഡൗൺ ആയിട്ട് $84 ആവും ഈ ട്രേഡ് ക്ലോസ് ആവണമെങ്കിൽ. 84 അല്ലെങ്കിൽ 82.
ജസ്റ്റ് ഒരു ക്ലോസിങ് താഴെ കിട്ടണം. ഈ ഗ്രീൻ ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡലിൻ്റെ താഴോട്ടേക്ക് ഒരു ക്ലോസിങ് കിട്ടണം. എങ്കിൽ മാത്രമേ കറക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. കമോൺ, ക്ലോസ് ബിലോ. അറ്റ്ലീസ്റ്റ് ചെറിയൊരു പ്രതീക്ഷ തന്നു ഈ ക്യാൻഡിൽ. കാരണം അങ്ങനൊരു ഇൻവെർട്ടർ ഹാമർ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ഒരു വിക്കില്ലാത്ത റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ചെറിയൊരു പ്രതീക്ഷയാണത്. അതായത് ഇവിടുന്ന് ബൈ അടിച്ച ചെറിയ ചെറിയ റീറ്റെയിലേഴ്സ് എല്ലാം പാനിക്കാവും ഇപ്പോൾ. ബട്ട് ഈ ട്രെൻഡ് ലൈനിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും മുകളിലോട്ട് പോകണം. ഈ ട്രെൻഡ് ലൈൻ ലെവലിൽ റെസ്പെക്റ്റ് ചെയ്ത് പോകണം. അതായത് ബ്രേക്ക് ഔട്ട് തന്നു, പിന്നെ ഒരു ചെറിയ റീട്രേസ്മെൻറ്റ് പോലെ ഇത് വർക്ക് ചെയ്ത് നേരെ മുകളിലോട്ട് പോകണം. പോവുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ പോകണം. കമോൺ, ഈ ലെവലിലെ താഴോട്ടേക്ക് ക്ലോസിങ് വേണം. ഈ ലെവലിലെ താഴോട്ട്. യെസ്, ഗൈസ്, ഓവറോൾ പ്രോഫിറ്റ് $5 കാണിച്ചു നമുക്ക്. ബട്ട് ടാർഗറ്റ് ഏകദേശം $15 to $16 ഈ ചെറിയൊരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ 2 റിസ്ക് എടുത്തിട്ടുള്ളത്. കാരണം സമയവും ഇല്ല, പിന്നെ നമുക്ക് ചെറിയൊരു ഏരിയയിലാണ് ട്രേഡ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് മാത്രമാണ് ഈ റിസ്ക് കുറച്ച് ഇൻക്രീസ് ചെയ്ത് ഇതാക്കി. പിന്നെ അതുമല്ല, ഇതിൻ്റെ റിസ്ക് വരുന്നത് എനിവേയ്സ് ചെറിയ റിസ്ക്കാണ്. അത് പോയിൻ്റ് വൈസ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും, ചെറിയ റിസ്ക്കേ വരുന്നുള്ളൂ. 1:2 നമ്മൾ ഇപ്പം ട്രേഡ് നിലവിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1:2 ആണ്. ബട്ട് റൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കും. ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് വരെ കിട്ടുമോ നോക്കും. ബട്ട് ഇതും ക്ലോസിങ് റോങ് ക്ലോസിങ് ആണ് തരുന്നത്. അഥവാ ഈ ഒരു ക്യാൻഡിൽ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലോട്ട് വന്നിട്ടാണ് ക്ലോസിങ് തരുന്നതെങ്കിൽ കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ആവും. ഇവിടുന്ന് സെല്ല് ചെയ്യുന്നവരൊക്കെ, ഇപ്പം സെല്ല് ചെയ്തവർ ഉണ്ടാവും കുറേ 1 മിനിറ്റ് ക്യാൻഡിലെല്ലാം. ഇവിടുന്ന് ചെയ്തവരൊക്കെ ട്രാപ്പ് ആവും. അഥവാ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി, ചെറിയ ചെറിയ റീറ്റെയിൽ ബയേഴ്സിൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി അടിച്ചു. ഞാൻ ഈ സാധനം ഒഴിവാക്കട്ടെ, ഇതൊരു ഭയങ്കര ഡിസ്റ്റർബൻസ്. ഈ ഏരിയയിലോട്ട് ഇവിടുന്ന് ബൈ ചെയ്തവരൊക്കെ ഈ ക്യാൻഡലിൻ്റെ ഈ വിക്ക് തന്നെ അവരെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും, ഇതിന് താഴെ ഉണ്ടാവും. ആ സ്റ്റോപ്പ് ലോസ് എല്ലാം ഇതെടുത്തു ഓൾറെഡി. ഇനി സ്റ്റോപ്പ് ലോസ് ഉള്ളത് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ഇവിടുന്ന് ബയേഴ്സ് ബൈ ചെയ്തവരതൊക്കെ ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അത് കുറച്ച് അത്യാവശ്യം സ്ട്രോങ് ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അഥവാ ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ സ്ട്രോങ് ക്യാൻഡിൽ ക്രിയേഷന് ശേഷം ഇമ്മീഡിയറ്റ്ലി റിവേഴ്സൽ ഉണ്ടാവില്ല. സോ ഒരൊറ്റ ക്യാൻഡിലിനും കൂടെ വെയിറ്റ് ചെയ്യാന്നുള്ള ആ ഒരു പൊസിഷനിൽ ഞാൻ ഇരിക്കുന്നത്. ബട്ട് ട്രേഡ് ഇതുവരെ നമുക്ക് ആ പ്രതീക്ഷിച്ച ലെവലിലോട്ട് കിട്ടിയിട്ടില്ല. ഇൻഫാക്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഈ മുകളിൽ കൊണ്ടുപോയിട്ടേറ്റം ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രതീക്ഷയില്ല ഗൈസ്. കാരണം ഇനി സെൽ കണ്ടിന്യൂഷൻ തരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന്
തരേണ്ടതാണ്. അല്ലെങ്കിൽ പ്യുവർലി ബൈയിങ് ട്രെൻഡാവും, ഇത് ബൈയിങ്ങിലോട്ട് പോവും. സി വീണ്ടും ട്രെൻഡ് ലൈൻ്റെ മുകളിലാണ് ക്ലോസിങ് വരുന്നത്. ട്രെൻഡ് ലൈൻ്റെ മുകളിലാണ് ഗൈസ്. സോ ഐ തിങ്ക് ഐ ഷുഡ് ക്ലോസ് ദിസ്. എനിക്ക് ഇപ്പം ഗട്ട് ഫീലിംഗ് വരുന്നത് ഇത് ക്ലോസ് ചെയ്യേണ്ടി വരുന്നതാണ് മാനുവലി. നമ്മളെ ലെവൽ മിറ്റിഗേറ്റ് ചെയ്യാത്തത് കൊണ്ട് ക്ലോസ് ചെയ്യാൻ ഭയങ്കര പ്രയാസം. ലാസ്റ്റ് ഹോപ്പാണ് ഇപ്പം വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഹോപ്പ്. കമോൺ. നമ്മൾ സൈക്കോളജിക്കലി കംപ്ലീറ്റ് ഡിസ്റ്റർബ് ആക്കുന്ന ടൈപ്പ് ക്യാൻഡിൽസാണ് ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്യുവർ ബൈയിങ് ഇനീഷ്യേറ്റ് ചെയ്യുന്നവർക്കുള്ള ക്യാൻഡിൽസാണ്. ഇവിടുന്നൊക്കെ ബൈയിങ് അടിച്ചിട്ടുണ്ടാവും കുറേ പേര്. ഇവിടുന്ന് ബൈയിങ്ങിൽ സ്റ്റോപ്പ് ലോസ് പോയവർ വീണ്ടും ഈ ക്യാൻഡിലിൽ ബൈ അടിച്ചിട്ടുണ്ടാവും. ലെവൽസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുമല്ല പേഷ്യൻസിയും. നമ്മൾ ഇപ്പം ഞാൻ ചാടി കയറി ഇവിടുന്ന് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം ഇത് പോകുന്ന കാണുമ്പോഴും നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. സോ പേഷ്യൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ലെവൽസും. നമ്മളെടുത്ത ലെവൽസ് നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ഇവിടെ നിന്നാണ് ട്രേഡ് എടുത്തത്. ഫസ്റ്റ് സെക്കൻഡ് ഇവിടെ നിന്നാണ് എടുത്തത്. ഇത് വീഡിയോ ലെങ്തിയർ ആവുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ ട്രേഡ് എടുത്തതിൻ്റെ ശേഷം ഇപ്പോഴും സെയിം റേഞ്ചിലാണ് മാർക്കറ്റ്. ഇതുവരെ ഒരു പ്രോപ്പർ മൂവ് ചെയ്തിട്ടില്ല. വളരെ ചെറിയ സ്ലോ മൂവിങ് ആണ്. ഇത് റിജക്ഷൻ ചെയ്യാതെ ക്ലോസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് $8 അല്ലെങ്കിൽ $10 അടുത്ത്, ഏകദേശം $10 അടുത്ത് പോവും ഗൈസ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏതോ കുറേ സ്ട്രോങ് ബയേഴ്സ് ഉണ്ട്. അതാണ് ഇവിടെ അവരെ സ്ട്രെങ്ത്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ബൈയിങ് വീണ്ടും 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 ബൈയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. താഴോട്ടേക്ക് മാർക്കറ്റിനെ പോകാൻ സമ്മതിക്കുന്നില്ല. ലെറ്റ്സ് സീ 1 more minute to close. ഈ ക്യാൻഡിലും നേരത്തെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തു. 1 മിനിറ്റിൻ്റെ അകം നേരെ മുകളിൽ പോയിട്ട് ക്ലോസ് ചെയ്തതാണ്. സോ നോക്കി കണ്ടറിയാം. ഇത് അഥവാ സ്ട്രോങ് ആയിട്ട് ഈ ക്യാൻഡിൽ വിക്ക് തരാതെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. കാരണം പിന്നെ ഏറെക്കുറെ കൺഫേം ആവും.
മാർക്കറ്റ് നമ്മൾ മാക്സിമം ചോര ഊറ്റി കുടിച്ചിട്ടാണ് ട്രേഡിൽ നമ്മൾ റിസൾട്ട് തരുന്നത്. സോ ഞാൻ ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറിന് മേലായി വീഡിയോ. പിന്നെ ഞാനാണെങ്കിൽ ഇതിലിരിക്കുന്നത് എൻ്റെ സെറ്റപ്പും വെച്ചിരിക്കുന്നത് ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്തായി. ഗൈസ് സെയിം പറഞ്ഞ പോലെ സ്ട്രോങ് ക്യാൻഡിലാണ് തന്നിട്ടുള്ളത്. ഇനി ഇത് ഫോളോ ത്രൂ തരേണ്ടതാണ്. ഫോളോ ത്രൂ തരാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ആവും. അല്ലെങ്കിൽ ഇവിടുന്ന് റിജക്ഷൻ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ചിലപ്പോൾ കോസ്റ്റ് കട്ട് ചെയ്യേണ്ടി വരും. നോക്കാം എങ്ങനെ ട്രേഡ് വർക്കൗട്ട് ആവുന്നതെന്ന്. ഇൻഫാക്ട് നമ്മൾ ഓൾമോസ്റ്റ് $100 ഗൈസ്. എനിവേ ഇത് $100 ഇല്ലെങ്കിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാത്തടത്തോളം നമ്മളെ പൈസ ആയിട്ടില്ല. റിയൽ ആയിട്ടില്ല. റിയലിൽ നമുക്കുള്ളത് ഇപ്പം ആകെ $92 അൺടിൽ ആൻഡ് അൺലെസ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാത്തടത്തോളം. ഇത്ര മുമ്പേ ഇവിടുന്ന് ബൈയിങ് വരുവാണ്. എന്ത് കഷ്ടമാണെന്ന് നോക്കിയാൽ ഗൈസ്. ഇത്രയും സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മളെ ലെവലിലോട്ട് പോലും എത്തിയിട്ടില്ല. ഈ ലെവലിൽ എത്തിയിട്ടാണ് ഈ ഒരു റിയാക്ഷൻ കാണിക്കുന്നതെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് ബൈയിങ്ങിലോട്ട് പോകുമായിരുന്നു. മാക്സിമം തളർത്താണ്. $9,900 യെസ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് ടൈം $10 to $10,000 ആദ്യം 100 നമ്മൾ കണ്ടു. അക്കൗണ്ടിൽ ബുക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. അറ്റ്ലീസ്റ്റ് ഇതിങ്ങനെ അക്കൗണ്ടിൽ കണ്ടല്ലോ. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് നമ്മൾ കണ്ടു. നമുക്ക് ഈ ടാർഗറ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നോക്കാം. ഏതുവരെ ഈ ക്യാൻഡിൽസ് റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഏകദേശം 3 മിനിറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 3 മിനിറ്റിൽ ഇതിൻ്റെ താഴെയാണ് ക്ലോസിങ് വന്നിട്ടുള്ളത്. സോ ചെറിയൊരു ഹോപ്പുണ്ട്. ബട്ട് ഇവിടുന്ന് റിവേഴ്സൽ പോവാതിരുന്നാൽ മതി. ആക്ച്വലി നമ്മൾ ഫസ്റ്റിൽ ടാർഗറ്റ് വെച്ചിരുന്ന $8.69 അത് നമുക്ക് ഓൾറെഡി അച്ചീവ് ആയി. ഇവിടെ ടോട്ടൽ $9 ഓവറോൾ. സോ ഈ ക്യാൻഡിൽ എങ്ങനെ ക്ലോസ് ചെയ്യുന്നുള്ളത് നോക്കിയിട്ട് തീരുമാനിക്കണം എന്ത് ചെയ്യണം. റിയലി ടെസ്റ്റിംഗ് മാർക്കറ്റ് ഭയങ്കരമായിട്ട് പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യാണ് ഗൈസ്.
റിയലി റോങ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത് 3 മിനിറ്റ്. ഓക്കെ 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 ലാസ്റ്റ് മിനിറ്റിൽ ഒരു പ്രതീക്ഷ തന്നു ക്യാൻഡിൽ ക്ലോസിങ്. സോ അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവലിലോട്ട് വരേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഇൻഫാക്റ്റ് ഈ ലെവലിൽ നിന്ന് എന്തെങ്കിലും പെട്ടെന്ന് ക്വിക്ക് റിയാക്ഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ മാനുവലി ക്ലോസ് ചെയ്യും. ഗൈസ് നമ്മളെ ലെവലിലോട്ട് വരാതെ മൂവ് ചെയ്യുന്നുണ്ട്. ചിലർ പറയും ട്രേഡിങ് എളുപ്പമാണെന്ന്. അവരൊക്കെ ഈ ട്രേഡ് കാണുമ്പം മനസ്സിലാവും, ശരിക്കും മനസ്സിരുത്തി കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം നമ്മളെ സൈക്കോളജി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. നമ്മളെ പേഷ്യൻസി, ബ്ലഡ് ഇങ്ങനെ ബോയിൽ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ലോട്ടിലൊക്കെ കളിക്കുന്നവർ ഇതൊക്കെ അവരൊക്കെ മൈൻഡ് എന്തായിരിക്കുന്നുള്ളൂ. അതായത് ഇതൊക്കെ 1000-2000 ഡോളറിലായിരിക്കും കാണിക്കുക. ചിലത് അതും കൂടുതലായിരിക്കും, 3000 അല്ലെങ്കിൽ 10,000 ഡോളറിലൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ അത്രയും ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കും. അവരെ എഗെയിൻസ്റ്റിലോട്ട് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഉള്ള സൈക്കോളജിയൊക്കെ എത്ര ഡിഫിക്കൽട്ടായിരിക്കും എന്നുള്ളത്. ഈ $10 ഈ $100 കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതിങ്ങനെ ഇവിടെ നിന്ന് തന്നെ മാഞ്ഞു പോകും. ഇതിങ്ങനെ തിരിച്ചിങ്ങോട്ട് പോകണമെന്ന് കാണുമ്പോൾ കംപ്ലീറ്റ് നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയ $92 ഇന്ന് തുടങ്ങിയിട്ടുള്ളത്. ആ 92ൻ്റെ മുകളിലോട്ട് പോയി ഇവിടെയൊക്കെ പോയി അത് ക്ലോസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനും വലിയൊരു സങ്കടം വേറെ ഒന്നുമില്ല ഗൈസ്. കാരണം അതൊരു നമുക്കൊരു സൈക്കോളജിക്കൽ ലെവലാണ്. ഈ ലെവൽ എന്ന് പറയുന്നത് സാധാരണ അല്ലല്ലോ. $10 നമ്മൾ $100 ആക്കി കൊണ്ടുവന്നതിൻ്റെ ശേഷം $100 കണ്ടു അക്കൗണ്ടിൽ, പിന്നെ അതിൻ്റെ ശേഷം നേരെ റിവേഴ്സിൽ പോയി അത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഒരു പ്രയാസം ഉണ്ടല്ലോ. അത് നിങ്ങൾ ട്രേഡ് ചെയ്തവരാണെങ്കിൽ മനസ്സിലാവും. ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഇത് ശരിക്കും ഇത് കണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവും, എത്രത്തോളം ഉണ്ടാവും റിവേഴ്സൽ പോകുമ്പോഴുള്ള. ക്രിട്ടിക്കൽ ലെവലിലാണ് മാർക്കറ്റ്. നമുക്ക് ലോങ് ടൈം ഫ്രെയിം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓഫ് ഷിറ്റ്, കഴിഞ്ഞ പ്രീവിയസ് 4 hour ക്യാൻഡിൽ ഭയങ്കര റിജക്ഷൻ എടുത്തിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിക്കാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ വിക്കാണ് ഗൈസ്. ഇത്രയും വലിയ വിക്ക് ക്രിയേറ്റ് ചെയ്തതാണ്. ഇവിടുന്ന് വീണ്ടും സെല്ല് വരിക എന്ന് പറയുന്നത് ഭയങ്കര ലിക്വിഡിറ്റിയാണ് എടുത്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ്. ബട്ട് ദർ ഇസ് എ ചാൻസ് ഇവിടുന്ന് വീണ്ടും ബൈയിങ്ങിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ലോങ് ടൈം ഫ്രെയിമിന് ബൈയിങ്ങിലോട്ട് പോകാൻ തന്നെയാണ് ചാൻസ്. ബട്ട് നമ്മളെ ലെവലിൽ നമ്മൾ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് അത് എത്തുമോ എന്നുള്ളത് എത്രത്തോളം പേഷ്യൻസി ടെസ്റ്റിംഗ് ആണെന്നുള്ളത്. കാരണം നമ്മൾ ഓൾറെഡി റിവേഴ്സൽ ട്രേഡിലാണ് ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു ട്രേഡിൽ ഇരുന്നിട്ട് നമ്മളത് വെയിറ്റ് ചെയ്യാണ്. ലെറ്റ് സി 5 minute ക്യാൻഡിൽ എങ്ങനെ ക്ലോസിങ് തരുന്ന. ഇൻഡിസിഷൻ ക്യാൻഡിൽ തരാതിരിക്കട്ടെ, കാരണം പിന്നെ നമ്മൾ വീണ്ടും സൈഡ് വേസ് ആകും. അത്രയും സമയം പോയത് മൊത്തം
ചിലപ്പോൾ ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഈ റേഞ്ചിൽ വീണ്ടും ടൈം പാസ് ചെയ്യും. ഏകദേശം ഉറങ്ങാനുള്ള സമയമായി തുടങ്ങി ഗൈസ്. ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡോജിയാണ് 5 മിനിറ്റ്. നമ്മളെ പേഷ്യൻസി ഒരുപാട് ടെസ്റ്റ് ചെയ്തു ഈ ഒരു ട്രേഡിൽ. പ്രതീക്ഷനേക്കാളും നമുക്ക് ഫ്രസ്ട്രേഷൻ തന്നു. ഐ തിങ്ക് ഐ ഷുഡ് ക്ലോസ് ദിസ്. ഓക്കെ കം ഓൺ, ലെറ്റ് മീ ജസ്റ്റ് സീ ദിസ് റിയാക്ഷൻ. നമ്മൾ ലെവല് ടച്ച് ചെയ്തു ഓൾറെഡി. സോ ലെറ്റ് സീ. പക്കാ ലെവലിൽ കൊണ്ടിട്ട് ക്യാൻഡിൽ, ചിലപ്പോൾ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ക്യാൻഡിലാണ് ഇതെങ്കിൽ ഇവിടുന്ന് സ്ട്രോങ് ബൈയിങ് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ എടുത്ത ട്രേഡൊക്കെ മറക്കേണ്ടി വരും. ഈ ലെവൽ വരെ എത്തും സംശയമാണ് ഗൈസ്, ഡൗട്ട്ഫുള്ളാണ്. ഓവറോൾ $15 ഞാൻ ക്ലോസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത്രയും ക്രിറ്റിക്കൽ ഒരു ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഒരു സ്പൈക്ക് തന്നിരുന്നെങ്കിൽ ആലോചിച്ച് പോവാണ്. കാരണം ആ ഒരു ലെവലിൽ വന്നിട്ട് വീണ്ടും ഒരു സ്ലോ ക്യാൻഡിൽസ് വരാം. നമുക്ക് ആ ഒരു എന്താ പറയുക, ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. നിങ്ങളാണ് എന്ത് ചെയ്യും ഗൈസ് ഇങ്ങനത്തെ ഒക്കെ അവസ്ഥയിൽ? ക്ലോസ് ചെയ്യായിരിക്കും അല്ലേ? സി ഈ ഒരു സെല്ലേഴ്സിനെ മൊത്തം ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഈ ലെവലിന് മുകളിലോട്ട് പോകാൻ ശ്രമിക്കണേ മാർക്കറ്റ്. ഇത്ര തെണ്ടിത്തരാൻ നോക്കിയേ. I think I should close this. Come on, ഒരു റെഡ് ക്യാൻഡിൽ കൂടെ. Just one more red. Shit. Guys, green close ചെയ്തു. ഗൈസ് നമുക്ക് $100 ക്ലോസ് ചെയ്യണോ? ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
പറഞ്ഞ അതേപോലെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇത് പക്ക ബൈങ് ക്യാൻഡിലല്ല തന്നിട്ടുള്ളത്, ബട്ട് 5 മിനിറ്റിൽ. പക്ഷേ സി ആവ് അഗ്രസീവായിട്ട് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. 3 മിനിറ്റിൽ ഈ ഒരു ക്യാൻഡിൽ റിജക്ഷൻ തരുവാണെങ്കിൽ, ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് റിജക്ഷൻ തരുവാണെങ്കിൽ ബെറ്ററാണ്. അല്ലെങ്കിൽ ക്ലോസ് ചെയ്യേണ്ടി വരും നമ്മൾ മാനുവലി. ചില സമയം ഈ റീറ്റെയിലേഴ്സിനൊന്നും അവസരം തരാത്ത രീതിയിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. അപ്പം ചിലപ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടിക്കൊള്ളുന്നില്ല, വിചാരിച്ച ടാർഗറ്റ് കിട്ടിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച എൻട്രി പോയിൻറ്റും കിട്ടിക്കൊള്ളുന്നില്ല കറക്റ്റ്. നമ്മളിവിടുന്ന് എൻട്രി പോയിൻറ്റ് വിചാരിച്ചതായിരുന്നു, നമുക്ക് അറിയാലോ. ബട്ട് ഈ ക്യാൻഡലിൻ്റെ ശേഷം നമ്മൾ പെട്ടെന്ന് കയറി ബൈയിങ് എടുക്കാനുള്ളൊരു കണ്ടീഷനിലല്ലായിരുന്നു. പിന്നെ അതുമല്ല, നമ്മൾ ഇത്രയും സമയം എടുത്തു ഈ ഒരു സെല്ലിങ് ചെയ്തിട്ട് അടിച്ചിട്ട്. നമ്മളെ ലെവലിലോട്ട് ഒരു ഇത്തിരി കൂടെ ബാക്കിയുള്ളായിരുന്നു ഗൈസ്. ഓൾമോസ്റ്റ് 170 pip. ഗൈസ്, ഞാൻ ക്ലോസ് ചെയ്താലോ എന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ ഇതൊരു റോങ് ഇൻഡിക്കേഷൻ ആവും. ഇത് അഥവാ ഇത് വീണ്ടും ഗ്രീനാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യേണ്ടി വരും. ബട്ട് 15-minute ക്യാൻഡിൽ ഗൈസ്, പ്രോപ്പർ റെഡ് ക്ലോസിംഗ് ആണ് വന്നിട്ടുള്ളത്. നോർമലി 15 മിനിറ്റിൽ അത്രയും സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ക്ലോസിങ് തന്നിട്ട് അത് മൊത്തത്തിൽ എൻഗൾഫ് ചെയ്യുന്നൊരു സാഹചര്യം റെയറാണ്. അത്രയും ലെവൽ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. സോ 15 മിനിറ്റ്സിൽ ഒരു ചെറിയ ഹോപ്പ് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഗ്രീനേക്കാളും വലിയ റെഡാണ് ക്ലോസും ചെയ്തിട്ടുള്ളത്. ബട്ട് ഈ ലെവൽ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒന്നും പറയാൻ പറ്റില്ല, നമ്മളെ കയ്യിൽ നിന്ന് പോകും. minutes is about to close. 39 second, 38 second, 36 second. എനിവേയ്സ് 30 മിനിറ്റും റെഡാണ് ക്ലോസിങ് ചെയ്യാൻ പോകുന്നത്. 28 മിനിറ്റ്, 24, 23 സെക്കൻഡ്, 21 സെക്കൻഡ്. യെസ്, ഇത് റിജക്ഷൻ എടുക്കാതെ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ലെവലിലോട്ട്
കുറച്ചും കൂടെ താഴോട്ടേക്ക് വന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ കറക്റ്റ് കൺഫ്ലുവൻസ് ആയിരുന്നു. ഫൈവ് ഫോർ ത്രീ ടു വൺ യെസ് ഗോ ഡൗൺ. ഗോ എന്ന് പറഞ്ഞ പാടന്നെ മുകളിലോട്ട് പോകല്ലേ. ഒരൊറ്റ ക്യാൻഡിലൂടെ റെഡ് കിട്ടണം. ഏഹ്, 3 മിനിറ്റിൽ വലിയ നല്ല രീതിയിലല്ലത്. ബട്ട് ലോങ് ടൈം ഫ്രെയിമിൽ സെല്ലിംഗ് ആണ്. സോ ഐ എം ജസ്റ്റ് ട്രസ്റ്റിംഗ് ദ പ്രോസസ്. ജസ്റ്റ് ആ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്ത് പോവാണ്. ഷിറ്റ്, 15 മിനിറ്റിൽ ഡിസിഷൻ ക്യാൻഡിലാണ്. ഗൈസ്, ഐ തിങ്ക് ഐ വിൽ ക്ലോസ് ദിസ് ട്രേഡ് നൗ. ഐ എം ക്ലോസിങ് ദിസ് ഗൈസ്. ഐ ക്ലോസ്ഡ് ഇറ്റ്. റീസൺ ബിഹൈൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടുന്ന് ബൈയിങ് ആണ് എൻ്റെ ബയസ്. ഇൻഫാക്ട് ഞാൻ ബൈ ഒരെണ്ണം അടിച്ചു വെക്കുകയാണ്. കാരണം ഈ ലെവൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ബൈയിങ്ങിന് വേണ്ടിയിട്ട്. സോ ആ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തത് കാരണം നമ്മൾ ബൈയിങ് എടുത്തു, വേറെ ഒന്നുമല്ല. ബട്ട് ഇത് അഥവാ ഇതിൻ്റെ താഴോട്ടേക്കാണ് ക്ലോസിങ് വരുന്നതെങ്കിൽ ഈ ക്യാൻഡിൽ ഞാൻ മാനുവലി കട്ട് ചെയ്യേണ്ടി വരും. കാരണം ഇത് താഴെ ക്ലോസ് ചെയ്ത ഭയങ്കരമായിട്ട് ചിലപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യും. കാരണം അത്രയും ലിക്വിഡിറ്റി മാർക്കറ്റിന് കിട്ടും. ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്തവരെ മൊത്തം ലിക്വിഡേറ്റ് ചെയ്യും. നമുക്കിപ്പം 101 ഞാൻ ഏകദേശം $1 അടുത്ത് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടാണ്. കാരണം ഇനി ഇതും പ്രതീക്ഷിച്ചിരിക്കാൻ വയ്യ, വലിയ ലോസ് കൊടുക്കാനും വയ്യ. ഈ 100ൻ്റെ താഴോട്ട് കൊണ്ടുപോകാനൊരു മടി. അക്കൗണ്ട് നമ്മൾ 100 എത്തിച്ചില്ലേ. ഇൻ കേസ് നമുക്ക് പ്രോഫിറ്റ് തരാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സപ്പോസ് ടു കം at least this area or this. ബട്ട് ഞാൻ എത്രയും എടുക്കില്ല. ഞാൻ ഏകദേശം $21 അടുത്ത്. ലെറ്റ്സ് സീ.
ഗൈസ് വീഡിയോ ഓൾറെഡി 1 hour 30 minutes എബോ ആയി. ഞാനത് പ്ലെയറിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടെ ഞാൻ റെക്കോർഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഞാൻ വിചാരിക്കുന്നത് സ്ക്രീനിൻ്റെ അവിടെ നിന്ന് എണീറ്റ് പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഇത് റെക്കോർഡിങ് ഇട്ടിട്ട്. ക്യാൻഡിൽസ് ക്രിയേഷൻ കണ്ടിട്ട് ഇത് മിക്കവാറും സ്റ്റോപ്പ് ഔട്ട് ആവും. കാരണം ഹൈലി വോളറ്റൈൽ ടൈപ്പിലാണ് ക്യാൻഡിൽ പ്രിപ്പയർ ആവുന്നത്. ക്യാൻഡിൽ ഫോർമേഷൻ വരുന്ന അങ്ങനെയാണ്. ഈ സെല്ലേഴ്സ് ഇവിടുന്ന് സ്ട്രോങ് ലെവലിലോട്ട് താഴോട്ടേക്ക് ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ചെറിയ ചെറിയ റീറ്റെയിലേഴ്സിനെ കംപ്ലീറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിക്ക് തരും. ക്യാൻഡിൽസ് മാക്സിമം ലിക്വിഡിറ്റി എടുത്തിട്ട് പിന്നെ മുകളിലോട്ട് പോകും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റാണ് ഇതെങ്കിൽ നമുക്ക് ഈ ഒരു റിസ്ക് പോവും. ഈ 85.85 അല്ലെങ്കിൽ $1 പോവും. ചില സമയം സ്ലിപ്പേജ് വരും. ഇതിൽ ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് 0.85 ആണെങ്കിലും ചിലപ്പം പെട്ടെന്ന് വോളറ്റൈലായിട്ട് വലിയൊരു ക്യാൻഡിലൊക്കെ ഫും നിറ ക്രിയേറ്റ് വരാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പം ഇത് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ഔട്ട് ആവാതെ കുറച്ച് ഈ ഒരു ലെവലിലോട്ട് വരുമ്പോഴായിരിക്കും സ്റ്റോപ്പ് ആവുക. ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് വലിയ ലോസ് ഇല്ലാതെ സ്റ്റോപ്പ് ആവും. അങ്ങനെ ആവേണ്ടതാണ്. അതുകൊണ്ടാണ് സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുന്നത്. കാരണം മാനുവലായിട്ട് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന സമയത്ത് വോളറ്റൈലായിട്ട് മൂവ്മെൻറ്റ് ഇങ്ങനത്തെയൊക്കെ ഈ സ്റ്റേജുകളിൽ ഇങ്ങനത്തെയൊക്കെ ഏരിയാസിൽ ഭയങ്കര ചിലപ്പം വോളറ്റൈലാവാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മാനുവലി ക്ലോസ് ചെയ്യുമ്പോഴേക്കും ക്യാൻഡിൽ ചിലപ്പോൾ ഇതൊക്കെ ക്രോസ് ചെയ്ത് വലിയ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് കളയും. 5 മിനിറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ 5 മിനിറ്റ് ഇസ് മോർ ദാൻ ഇനഫ് ടു ക്രിയേറ്റ് വെരി ഹ്യൂജ് ക്യാൻഡിൽ. അപ്പം അത് ഭയങ്കര റിസ്ക് ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് 1 or 2 പിക്ക് മാത്രമേ റിസ്ക് ഉള്ളൂ. ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദിസ് ക്യാൻഡിൽ ടു ക്ലോസ് എബോവ്. ഈ ക്യാൻഡിൽ ഈ EMAയുടെ മുകളിൽ കൊണ്ടിട്ട് ഗ്രീൻ ക്യാൻഡിൽ സ്ട്രോങ് ക്ലോസിങ്ങിന് വെയിറ്റ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് അങ്ങനെ ഈസി ആയിട്ട് ടാർഗറ്റ് തരും തോന്നില്ല. പിന്നെ അതുകൂടാതെ ഈ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ദർ ഈസ് എ ബിഗ് ചാൻസ് ഈ ട്രെൻഡ് ലൈൻ ഇവിടെ വരെ വന്നിട്ട് വീണ്ടും താഴത്തേക്ക് ഇറങ്ങി നമ്മളെ ഈ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് റിജക്ഷൻ വരുന്നുണ്ട്. അവിടെ റിജക്ഷൻ ചെയ്യാതെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഈ ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് അങ്ങനെ പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ചൊരു ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് പോവുള്ളൂ. ഓക്കെ, യെസ്, കമോൺ, മുകളിലോട്ട് പോട്ടെ, ക്ലോസിങ് മുകളിലോട്ട് പോട്ടെ. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് ഗുരുകളോ അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ ക്ലാസ്സിനോ ഒന്നും പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് കംപ്ലീറ്റ് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാണ് ഞാൻ എങ്ങനെ ട്രേഡ് എടുക്കുന്നതെന്നുള്ളത്. അതിൽ നിങ്ങളെ ലൈവ്
എൻ്റെ സൈക്കോളജി മൊത്തം ഞാൻ പറയുന്നുണ്ട്. ഓരോ ട്രേഡ് എടുക്കുമ്പോഴും ഞാൻ എൻ്റെ ബിഹൈൻഡ് റീസണും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ താഴെ ക്ലോസ് ആയി ഗൈസ്. സോ നേരത്തെ പറഞ്ഞ പോലെ ചാൻസസ് ആർ ഹൈ. ഇത് സ്റ്റോപ്പ് ലോസ് എടുക്കാൻ ചാൻസ് കൂടുതലാണ്. ഇവിടുന്ന് റിജക്ഷൻ എടുത്തിട്ടാണ് താഴെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബട്ട് അഥവാ ഇത് ഫോളോ ത്രൂ തരാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് മുകളിലോട്ട് പോകും. മാർക്കറ്റിൽ പേഷ്യൻസി എന്ന് പറയുന്നൊരു വലിയ സംഭവമാണ്. ഈ ഈ ഒരു ക്യാൻഡിൽസ് എല്ലാം കണ്ടിട്ട് എത്ര പേര് ഇവിടുന്ന് ബൈങ് അടിച്ച് കാണും. ഈ ഒരു യുനോ ഇൻവെർട്ടഡ് ഹാമർ, ഇതെല്ലാം ബൈങ്ങിൻ്റെ ഇൻഡിക്കേഷൻസ് ആണ് മാർക്കറ്റിൽ തന്നുകൊണ്ടിരുന്നത്. ഈവൻ ഈ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, ഈ ക്യാൻഡിൽ ഒരുപാട് ബയേഴ്സ് കയറി കാണും, ഒരുപാട് ബൈങ് റീറ്റെയിലേഴ്സ് ഒരുപാട് കയറി കാണും. അതിന് ശേഷം ഇത് മൊത്തത്തിൽ അടിച്ചു കളഞ്ഞു, എല്ലാത്തിനും പുറത്ത് ഔട്ടാക്കി ഓൾറെഡി. അത് ഔട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ക്യാൻഡിൽ പുതിയ ബൈങ്ങിലോട്ട് പോകുന്നത്. അപ്പം ആ അടിച്ച എല്ലാ സെല്ലടിച്ച, അതായത് ഇവിടുന്ന് പിന്നെ അതിൻ്റെ ശേഷം സെല്ലടിച്ചവരൊക്കെ ഇതിലും ഔട്ട് ചെയ്തു. ഇവിടുന്ന് ഓൾറെഡി ഈ ഒരു ഇതിൻ്റെ മുകളിലോട്ട് പോയ സമയത്ത് അവരും ഔട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ക്യാൻഡിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് പ്ലെയേഴ്സ് ആരെങ്കിലും വേണം. മാർക്കറ്റിൽ ബിഗ് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഇത് അവർക്ക് മാക്സിമം ലിക്വിഡിറ്റി ഓൾറെഡി കിട്ടി. ഇനി ശരിക്കും സ്ട്രോങ് ബയേഴ്സ് മാർക്കറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മൂവ് ചെയ്യണം മുകളിലോട്ട്. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ചാൻസസ് എന്താണെന്ന് വെച്ചാൽ ഇത് വീണ്ടും ഇതിൻ്റെയും താഴോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി ഇവിടുത്തെ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ ചാൻസ് ഉണ്ട്, ഇതിൻ്റെ താഴോട്ടേക്ക് വരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ്. അതല്ല ഇവിടുന്ന് ടെമ്പററി ബൈ അടിച്ചവരതൊക്കെ എടുക്കാനാണ്. ഇപ്പോൾ എൻ്റെ പോലത്തെ ചെറിയ ട്രേഡേഴ്സിൻ്റെ ഒക്കെ ലിക്വിഡിറ്റി എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് വന്ന് ചെറിയ വിക്ക് അടിച്ചിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. ഞാൻ പിന്നെ സ്റ്റോപ്പ് ലോസിൽ വാശി പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ $100 നെക്സ്റ്റ് ട്രേഡിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു $100 എങ്കിലും കാണാനുള്ളൊരു കൊതി കൊണ്ട് മാത്രമാണ്. ഇൻഫാക്റ്റ് ഞാൻ കുറച്ചുകൂടെ അത് ടൈറ്റ് ചെയ്യാണ് സ്റ്റോപ്പ് ലോസ്. എനിക്കറിയാം ഭയങ്കര പിഷ്കത്തരാണ് കാണിച്ചത്. സ്റ്റോപ്പ് ലോസ് ഒക്കെ ബിറ്റ് കോയിനിൽ ഇത്രയും ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ഏത് നിമിഷവും കട്ടാവും. ബട്ട് ഒരു കാര്യത്തിൽ ഹാപ്പിയാണ്. കാരണം നമ്മളിപ്പം നേരത്തെ മുമ്പത്തെ ട്രേഡ് എടുത്തത് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എത്ര പെർഫെക്റ്റായിട്ടാണ് അവിടുന്ന് കട്ട് ചെയ്യാൻ തോന്നിയത്. കാരണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് ഇവിടുന്നായിരുന്നു. ഇതിപ്പോൾ ഓൾറെഡി ഏകദേശം ആ ലെവലിൻ്റെ അടുത്തോട്ടെത്തി. നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ക്യാൻഡിൽ ഫോർമേഷൻ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ അത് മാനുവലി കട്ട് ചെയ്ത് ഒഴിവാക്കും ട്രേഡ്. അപ്പോൾ നമുക്ക് എടുത്ത ആ പ്രോഫിറ്റിൻ്റെ വർത്തിട്ടാണ് ആ ട്രേഡ് വർത്തായിരുന്നു. നമ്മൾ എത്ര ഡോളറാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 9 സംതിങ് ക്ലോസ് ചെയ്തു. നമ്മൾ ഫസ്റ്റിൽ ആ ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ടാർഗറ്റ് $8 ആയിരുന്നു. നിങ്ങൾക്ക് ട്രേഡ് ഫസ്റ്റിൽ കണ്ടാൽ മനസ്സിലാവും. ബട്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ കിട്ടി, $1 കൂടുതൽ കിട്ടി. ബുക്ക് ചെയ്തത് അഡീഷണലി $1 എക്സ്ട്രാ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ പേഷ്യൻസി ഉള്ളതുകൊണ്ട് മാത്രം. പിന്നെ അതുകൂടാതെ എക്സിറ്റ് ചെയ്തതും കറക്റ്റ് ആ ലെവലിൽ എക്സിറ്റ് ചെയ്തിട്ട് നമ്മളെ ബയസ് ബൈങ്ങിൽ തന്നെ ആയിരുന്നു, റിവേഴ്സൽ വരുന്നുള്ള ബയസായിരുന്നു ഇവിടുന്ന്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ബൈങ്ങിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ സെഷൻ ക്ലോസ് ചെയ്തേനെ. ബട്ട് ബൈങ് അടിച്ച സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യുമോ എന്ന് നോക്കാൻ ഉള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാനിത് ക്ലോസ് ചെയ്ത് പോകേണ്ട ടൈമായി. ഇത് നമ്മൾ മുമ്പും ഇതേപോലെ പ്രീവിയസ് വീക്കിൽ ഗോൾഡിൽ നമ്മൾ ട്രേഡ് എടുത്ത സമയത്ത്
ഗോൾഡിൽ നമ്മളെ ലെവൽ കറക്റ്റ് ആയിരുന്നു, ബട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം നേരെ പോയി, കാരണം അതും ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. സി ഗൈസ്, ഈ ട്രെൻഡ് ലൈൻ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റ്, വിച്ച് ഈസ് ബാഡ് ഇൻഡിക്കേഷൻ. ഈ ട്രെൻഡ് ലൈൻ ഈ ഒരു ഫോഴ്സിൽ അങ്ങോട്ട് ക്ലോസ് ചെയ്യേണ്ടതായിരുന്നു, അതിൻ്റെ മുകളിലോട്ട് ക്രോസ് ചെയ്ത് മുകളിൽ ക്ലോസിങ് തരേണ്ടിയിരുന്നു, അത് തന്നിട്ടില്ല. സോ ദർ ഇസ് നോ ഹോപ്പ്. നമ്മൾ ഈ സെഷന് സമാപനം കുറിക്കാനുള്ള ഏകദേശം സമയമായി. 15 മിനിറ്റ് ഈസ് ലുക്കിംഗ് ഗുഡ് ആക്ച്വലി. കാരണം ഇവിടുന്ന് ഇൻഡിസിഷൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, ഇവിടുന്ന് ബൈയിങ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഗ്രീൻ ക്യാൻഡിലാണ്. ഒരു ചെറിയ ഇൻഡിക്കേഷൻ തന്നു ബ്രേക്ക് പോലെ, ബട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ സ്ട്രോങ് ബയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിലിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടായിരിക്കും പോവുക, ബട്ട് നെക്സ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഇതിൻ്റെ മുകളിലോട്ട് ക്ലോസിങ് വരേണ്ടതാണ്, അറ്റ്ലീസ്റ്റ് 20 EMA വരെ, ഈ ഒരു ലെവൽ വരെ പോകേണ്ടതാണ്. അത് ചിലപ്പം എപ്പോഴാണ് അവിടേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവാമെന്നറിയില്ല, ബട്ട് റൂൾസ് ബേസിൽ പോകേണ്ടതാണ്. 30 മിനിറ്റ് എന്താ സ്ഥിതി നോക്കാം. 30 മിനിറ്റും 15 മിനിറ്റിൻ്റെ നേരത്തെ ക്ലോസിങ് എങ്ങനെയാണോ ചെയ്തത്, മിക്കവാറും ആ ഒരു ടൈപ്പ് ക്ലോസിങ് ആയിരിക്കാനാണ് ചാൻസ് 30 മിനിറ്റ്. അതല്ലെങ്കിൽ 30 മിനിറ്റ് ഇതുവരെ വന്നു, ഈ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്യാതെ തിരിച്ച് വരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് സെല്ലിംഗ് ആയിരിക്കും നെക്സ്റ്റ് ഉണ്ടാവുക. എന്ത് വിധി ഇത്! എന്തായാലും നമ്മൾ ബൈയിങ് അടിച്ചത് കിട്ടിയില്ല, നമ്മളെ ബൈയിങ് ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ബട്ട് നമ്മൾ ഇവിടുന്ന് നമ്മളെ സെല്ലിങ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അറ്റ്ലീസ്റ്റ് നമ്മളെ $10 $100 ആക്കിയിരിക്കുകയാണ് ഒഫീഷ്യലി. ആ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. സോ ജസ്റ്റ് വെയിറ്റിംഗ് ടു സ്റ്റോപ്പ് ഔട്ട്. ഈ ട്രേഡിൽ സ്റ്റോപ്പ് ഔട്ട് ആവേണ്ടതാണ്, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആയാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കമോൺ BTC, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യൂ. ഇൻഫാക്ട് ഇങ്ങനൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഞാൻ ഈ സ്റ്റോപ്പ് ലോസ് ഒന്നുകൂടെ ടൈറ്റ് ആക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്, വിച്ച് ഈസ് അട്ടർ ഫൂളിഷ്നെസ് ആക്ച്വലി. ബട്ട് വിചാരിക്കുന്നത് ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡലിൽ അങ്ങോട്ടേക്ക് മുകളിലേക്ക് അങ്ങോട്ട് കയറണം. അതല്ല തിരിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലും അല്ല, ഈ ലെവലൊക്കെ ക്രോസ് ചെയ്തിട്ട് ലിക്വിഡിറ്റി എടുക്കും മാർക്കറ്റ്. സോ എന്തുകൊണ്ട് ടൈറ്റ് ആക്കിക്കൂടാ? ഇപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടാൽ ഇവിടെ നിന്നും എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ going to put it tight, maximum tight. Let me see. ഈ പിപ്പ് വരുമ്പോൾ അല്ല സ്പ്രെഡ് വരുമ്പോൾ ഓക്കെ 0.31. Let's see.
ഓക്കെ, ലെറ്റ്സ് വൈൻഡ് ദിസ് അപ്പ്. സോ നമ്മൾ എനിവേ $10 നമ്മൾ $100 ആക്കി ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ഇന്നത്തെ ഡേ. സോ ഇതിനിപ്പോൾ എങ്ങോട്ട് പോയാലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഈ ട്രേഡ് എടുക്കില്ല. കാരണം ഇതൊരു മാർക്കറ്റ് അത്രയും നമ്മളെ സമയം എടുത്തു ഓൾറെഡി. ബൈയിങ് ട്രെൻഡിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ശേഷം ഈ ക്യാൻഡിൽ പോകേണ്ടതാണ് മുകളിലോട്ട്, ബട്ട് ഇതുവരെ പോയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഇനി പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെക്കും. ഇന്നത്തെ ട്രേഡ് ഓക്കെ ആയിരുന്നു ഗൈസ്. അറ്റ്ലീസ്റ്റ് $9 നമ്മൾ ക്ലോസ് ചെയ്തു. നിങ്ങൾക്ക് ഈ സ്റ്റോപ്പ് ലോസും നമ്മൾ റിസ്ക് റിവാർഡ് എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഏകദേശം വീഡിയോ തറവലി കാണുമ്പോൾ മനസ്സിലാവും. ആരെങ്കിലും സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ ലാസ്റ്റ് ലെവലിലോട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് കണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത്, അതായത് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഒക്കെ ടൈം ഫ്രീ ആയിട്ട് എപ്പോഴാണോ കിട്ടുക, ആ ഫുൾ ഫ്രീ ടൈമിൽ നിങ്ങളിത് വാച്ച് ലൈറ്ററിലിട്ട് ഇട്ടിട്ട് കാണാം, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ ഗൈസ്, സി യു ഇൻ നെക്സ്റ്റ് ട്രേഡിംഗ് സെഷൻ. ഇതെപ്പോഴാണ് അപ്ലോഡിങ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴാവാന്നൊന്നും അറിയില്ല. ഞാനിപ്പോഴും മോസ്കോയിലാണുള്ളത്, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്.